അസ്സലാമു അലൈക്കും. 4-ാം ക്ലാസ്സിലെ താരീഖ് 1 മുതൽ 5 വരെയുള്ള പാഠങ്ങളുടെ തെദിരീബാത്തുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തെദിരീബാത്തുകളിൽ ഉണ്ടായിരിക്കും. പരീക്ഷകളിൽ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതും തെദിരീബാത്തിൽ നിന്ന് തന്നെയാണ്. 4-ാം ക്ലാസ്സിലെ താരീഖിന്റെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എക്സാം പോയിന്റ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു ചാനലിലൂടെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം ഗൾഫ് നാടുകളിൽ നടന്ന പാദവാർഷിക പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതിന്റെ ഉത്തരങ്ങൾ. ആദ്യം നമുക്ക് ഒന്നാമത്തെ പാഠത്തിലെ തെദിരീബാത്തുകൾ പഠിക്കാം. 1. ഉത്തരം എഴുതാം. ചോദ്യം അതിന്റെ ഉത്തരങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം: ഇസ്ലാമിലേക്ക് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ക്ഷണിച്ചത് എങ്ങനെ? രഹസ്യമായിട്ട്. നബി തങ്ങൾ ആദ്യത്തെ 3 വർഷക്കാലം രഹസ്യമായിട്ടായിരുന്നു ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. രണ്ടാമത്തെ ചോദ്യം: രഹസ്യക്ഷണം കാരണമായി എന്ത് സംഭവിച്ചു? രഹസ്യക്ഷണം കാരണമായി പലരും ഇസ്ലാമിലേക്ക് വന്നു. അടുത്ത ചോദ്യം: ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരെല്ലാം? ആരൊക്കെയാണ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത്? അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഖദീജ ബിൻതു ഖുവൈലദ് റളിയല്ലാഹു അൻഹ, സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഇവരാണ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത്. വ്യക്തമാക്കാം. പിതാക്കളുടെ പേരുകൾ. ഇവിടെയുള്ള 4 പേരുടെയും ഉപ്പാന്റെ പേര് ഏതാനാണ്? ഒന്നാമത്തത് ഖദീജ ബീവി. ഖദീജ ബീവിന്റെ ഉപ്പാന്റെ പേരെന്താ? ഖുവൈലിദ്. രണ്ടാമത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാന്റെ പേര് അബൂ ഖുഹാഫ. മൂന്നാമത്തത് സയ്യിദ് റളിയല്ലാഹു അൻഹു, ഉപ്പാന്റെ പേര് ഹാരിസ. നാലാമത്തത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാന്റെ പേര് അബൂ ത്വാലിബ്. ഇനി നമുക്ക് രണ്ടാം പാഠത്തിലെ തെദിരീബാത്തുകൾ പഠിക്കാം. ഉത്തരം പറയാം. ഖുറൈശ് ഗോത്രക്കാരെ സ്വഫ പർവ്വതത്തിൽ നിന്ന് വിളിച്ചത് ആര്? ആരാണ് ഖുറൈശികളെ സ്വഫ പർവ്വതത്തിൽ നിന്ന് വിളിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. രണ്ടാമത്തത്, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത് എന്താണ്? സ്വഫ പർവ്വതത്തിൽ നിന്ന് നബി തങ്ങൾ ഖുറൈശികളെ വിളിച്ചു. അവരെല്ലാവരും പർവ്വതത്തിന്റെ മുകളിലെത്തി. എന്നിട്ട് നബി തങ്ങൾ അവരോട് എന്താണ് ചോദിച്ചത്? ഈ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിര പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? അവർ മറുപടി പറഞ്ഞു. എന്ത് മറുപടി പറഞ്ഞത്? എന്ത്? നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഖുറൈശികൾ എന്താ നബി തങ്ങളോട് മറുപടി കൊടുത്തത്? ഞങ്ങളത് വിശ്വസിക്കും, കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല. നാലാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശ് ഗോത്രക്കാരെ വിളിച്ചു. ആരെല്ലാം വന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമായ ഖുറൈശ് ഗോത്രക്കാർ എല്ലാവരും വന്നു. ആരാണ് പറഞ്ഞത്? പറഞ്ഞ ആളെ പേര് എഴുതാനാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. ഇത് ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അങ്ങനെ പറഞ്ഞത്. രണ്ടാമത്തത്, ഇതിനാണോ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ആരിത് പറഞ്ഞത്? അബൂലഹബാണ് അങ്ങനെ പറഞ്ഞത്. യോജിച്ചവയോട് ചേർക്കാം. രഹസ്യ പ്രബോധനം 3 വർഷമാണ്. പിതൃവൻ ആരാണ്? പിതൃവൻ അബൂലഹബാണ്. തബ്ബത്ത് അത് സൂറത്തുൽ മസദാണ്. ഖുറൈശ് എന്നുള്ളത് ഗോത്രമാണ്. ഓർമ്മ പരിശോധിക്കാം. ഇത് നമ്മുടെ പുസ്തകത്തിൽ ഇല്ല, പക്ഷെ നമ്മള് 3-ലോ 2-ലോ ഒക്കെ പഠിച്ച കാര്യങ്ങളാണ്. ഒന്നാമത്തത്, ആദ്യത്തെ വഹി ലഭിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം. നബി തങ്ങൾക്ക് എത്രാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത്? 40-ാം വയസ്സിലാണ്. രണ്ടാമത്തത്, ആദ്യത്തെ വഹി ലഭിച്ച സ്ഥലം. നബി തങ്ങൾക്ക് ആദ്യമായി വഹി ലഭിച്ച ഏത് സ്ഥലത്തു നിന്നാണ് ആദ്യമായി വഹി ലഭിച്ചത്?
ജബലുന്നൂറിലെ ഹിറാ ഗുഹയിൽ വെച്ച്. മൂന്നാമത്തത്, ആദ്യത്തെ വഹി ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ റളിയല്ലാഹു അൻഹ കൊണ്ടുപോയ വ്യക്തി. ആരുടെ അടുത്തേക്കാണ് ഖദീജ ബീവി നബി തങ്ങളെ കൊണ്ടുപോയത്? വേദപണ്ഡിതനായ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക്. ഇനി നമുക്ക് മൂന്നാം പാഠത്തിലെ തദ്രീബാത്തുകൾ പഠിക്കാം. ഉത്തരം പറയാം. ഒന്നാമത്തെ ചോദ്യം, അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ആ രാജാവിന്റെ പേരെന്ത്? ഏതാണ് ആ രാജാവ്? നജാഷി രാജാവാണത്. രണ്ടാമത്തത്, എത്യോപ്യയിലേക്ക് ആദ്യം പോയത് എത്ര പേർ? 10 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ് ആദ്യം പോയത്. എത്യോപ്യയിലേക്കുള്ള രണ്ടാം യാത്രയിൽ പോയത് എത്ര പേർ? രണ്ടാമത്തെ യാത്രയിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു? 83 പുരുഷന്മാരും 18 സ്ത്രീകളും. കാരണം കണ്ടെത്താം. വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു. എന്തുകൊണ്ടാണ് വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തത്? അതിന്റെ കാരണം ഇതാണ്. എന്തുകൊണ്ടാണ് അവർ എത്യോപ്യയിലേക്ക് പോയത്? മക്കക്കാർ മുസ്ലിമീങ്ങളെ അന്യായമായി ആക്രമിക്കുവാൻ വരികയും അതിനെതിരെ മുസ്ലിമീങ്ങൾക്ക് തിരിച്ചടിക്കാൻ അള്ളാഹുവിന്റെ അനുവാദമോ ആവശ്യത്തിന് ആൾബലമോ വേണ്ടത്ര ശക്തിയും ഇല്ലായിരുന്നു. അതിനാൽ തന്റെ അനുയായികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽക്കാലം എത്യോപ്യയിലേക്ക് പോകുവാൻ പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, ആദ്യം പോയവരെല്ലാം 3 മാസങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് തന്നെ മടങ്ങി. എന്തുകൊണ്ടാ? അവരാദ്യം മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് പോയി. എത്യോപ്യയിൽ നിന്ന് 3 മാസത്തിന് ശേഷം മക്കയിലേക്ക് തന്നെ മടങ്ങി. എന്തുകൊണ്ടാണ് പിന്നെ അവർ മക്കയിലേക്ക് മടങ്ങിയത്? മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന വാർത്ത പടർന്നിട്ട്. പക്ഷെ ആ വാർത്ത കള്ള വാർത്തയായിരുന്നു. അതുകൊണ്ടാണ് അവർ വീണ്ടും മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് തന്നെ പോയത്. അടുത്തത്, ആര് പറഞ്ഞു? പറഞ്ഞ ആളെ പേരാണ് എഴുതേണ്ടത്. ആര് പറഞ്ഞു? പരീക്ഷയ്ക്ക് വരാറുണ്ട്, താരീഖിന്റെ പരീക്ഷയ്ക്ക്. ആരാണ് പറഞ്ഞത്? പറഞ്ഞ ആളെ പേര് എഴുതാൻ. അപ്പൊ ശ്രദ്ധിക്കണം, വായിക്കുന്ന സമയത്ത് ആളുകൾ പേരുകൾ വരുമ്പോ ശ്രദ്ധിക്കണം. അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് ഉണ്ടവിടെ. ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണത് പറഞ്ഞത്. ചേരുംപടി ചേർക്കാം. രാജാവ് ആരാണ്? രാജാവ് നജാഷിയാണ്. എത്യോപ്യ ആഫ്രിക്കൻ വൻകരയിലാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അതാരാണ്? റംല റളിയല്ലാഹു അൻഹയാണ്. വഫാത്ത്, അതായത് നജാഷി രാജ വഫാത്തായത് ഹിജ്റ 9 മഹർ വിവാഹം. ഉത്തരം പറയാം. 1, നജാഷി രാജാവിന്റെ പേരെന്ത്? അസ്ഹിമത്ത്. 2, എത്യോപ്യൻ രാജാക്കന്മാർക്ക് പറയപ്പെടുന്ന പേരെന്ത്? നജാഷി, അതായത് നേഗസ്. മൂന്നാമത്തത്, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിന് മഹർ നൽകിയത് ആരാണ്? നജാഷി രാജാവ്. നാലാമത്തത്, നജാഷിയുടെ മരണവാർത്തയറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? നജാഷിയുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചു. കാരണം വിവരിക്കാം. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്തി. എന്തുകൊണ്ടാണ് അവര് നബിതങ്ങളെയും നബിതങ്ങളുടെ കുടുംബത്തിന്റെ മേലും ഉപരോധം ഏർപ്പെടുത്തിയത്? എന്തിനാണ്? ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷകർത്താവായ അബൂ ത്വാലിബിനെ ചെന്ന് കണ്ടു. തങ്ങൾക്ക് മുഹമ്മദിനെ വിട്ടുതരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അബൂ ത്വാലിബ് അത് നിരാകരിച്ചു. അതോടെ ഖുറൈശികൾ യോഗം ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു. നുബുവത്തിന്റെ 10-ാം വർഷത്തിന്
ആമുൽ ഹുസ്ൻ എന്ന് പറയുന്നു. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് നുബുവത്തിന്റെ 10ാം വർഷത്തിന് ആമുൽ ഹുസ്ൻ, അത് ആമുൽ ഹുസ്ൻ പറഞ്ഞാൽ ദുഃഖവർഷം, എന്തുകൊണ്ടാണ് ദുഃഖവർഷം എന്ന് പറയുന്നത്? താമസിയാതെ അബൂ ത്വാലിബിന് രോഗം ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ 3ാം നാൾ ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായി. അതായത് നുബുവത്തിന്റെ 10ാം വർഷം അബൂ ത്വാലിബിന് രോഗം ബാധിച്ച് അബൂ ത്വാലിബ് മരണപ്പെട്ടു. അബൂ ത്വാലിബ് മരണപ്പെട്ട 3ാമത്തെ ദിവസം ഖദീജ ബീവിയും വഫാത്തായി. പിതൃവിന്റെയും പത്നിയുടെയും ദേഹവിയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ വേദനിപ്പിച്ചു. അബൂ ത്വാലിബ് നബി തങ്ങളുടെ രക്ഷിതാവാണ്. ഖദീജ ബീവി പ്രിയപ്പെട്ട ഭാര്യയാണ്. രണ്ടുപേരും മരിച്ചത് ഒരേ വർഷത്തിലാണ്. അതിനാൽ ഈ വർഷത്തെ ആമുൽ ഹുസ്ൻ അഥവാ ദുഃഖവർഷം, ആമുൽ ഹുസ്ൻ എന്നതിന്റെ അർത്ഥാണെന്ത്? ദുഃഖവർഷം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത്. ഉത്തരം പറയാം. എത്ര വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും മലഞ്ചെരുവിൽ കഴിയേണ്ടി വന്നത്? എത്ര കാലമാണ്? എത്ര വർഷമാണ്? 3 വർഷത്തോളം. രണ്ടാമത്തത്, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും എതിരെ ഉപരോധം ഏർപ്പെടുത്തിയത്? ഖുറൈശികൾ. മൂന്നാമത്തത്, അബൂ ത്വാലിബ്, ഖദീജ റളിയല്ലാഹു അൻഹ ഇവരിൽ ആരാണ് ആദ്യം മരണപ്പെട്ടത്? അത് അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് മരണപ്പെട്ട 3ാമത്തെ ദിവസമാണ് ഖദീജ ബീവി വഫാത്തായത്. മൂന്നാമത്തത് ഓർമ്മിച്ചെടുക്കാം. നമ്മുടെ പുസ്തകത്തിൽ ഇല്ല അതിന്റെ ഉത്തരം, പക്ഷെ നമ്മൾ 3ലോ 2ലോ ഒക്കെ പഠിച്ച ചോദ്യങ്ങളാണ്. അബൂ ത്വാലിബിന്റെ സംരക്ഷണം തുടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം 8 വയസ്സാണ്. നബിതങ്ങളെ സംരക്ഷിക്കാൻ അബൂ ത്വാലിബ് തുടങ്ങിയത് നബിതങ്ങളുടെ 8ാമത്തെ വയസ്സിലാണ്. രണ്ടാമത്തത്, അബൂ ത്വാലിബിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത യാത്ര, ഷാം യാത്ര. മൂന്നാമത്തത്, ഖദീജ റളിയല്ലാഹു അൻഹയുമായുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹം. നബിതങ്ങളുടെയും ഖദീജ ബീവിയുടെയും വിവാഹം വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. ഷാം യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ മനസ്സിലാക്കിയ ഖദീജ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിരറ്റ ഇഷ്ടവും ബഹുമാനവും ഉണ്ടായി. തുടർന്ന് അവർ നബിതങ്ങളുമായി വിവാഹ അന്വേഷണം നടത്തി. 2 മാസത്തിനകം ആ വിവാഹം നടന്നു. അന്ന് നബിതങ്ങൾക്ക് 25ഉം ഖദീജ ബീവിക്ക് 40ഉം വയസ്സായിരുന്നു. കാര്യസ്ഥത, ബുദ്ധികൂർമ്മത, ഭർത്തസ്നേഹം, ഔദാര്യം തുടങ്ങിയ ഗുണങ്ങളുള്ള ഒരു ധനികയായിരുന്നു ഖദീജ ബീവി. ആ ധനങ്ങളെല്ലാം ദീനുൽ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവർ ചെലവഴിച്ചു. ഖദീജ ബീവി മുമ്പ് 2 തവണ വിവാഹിതയായിട്ടുണ്ട്. നബിതങ്ങളുടെ മക്കളിൽ 6 പേരുടെയും ഉമ്മ ഖദീജ ബീവിയാണ്. 25 വർഷക്കാലം അതിരറ്റ സന്തോഷത്തോടെ അവർ ഒന്നിച്ചു ജീവിച്ചു. നബിതങ്ങളും ഖദീജ ബീവിയും ഒന്നിച്ചു ജീവിച്ചു.